പാഠം 122 സ്വയം പര്യാപ്തതയുടെ അതിർവരമ്പുകൾ. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. സാർ, സാർ, ഞാൻ കൃത്യം 10 മണിക്ക് ഓഫീസിലെത്താം സാർ. സാർ, മണി 9 ആയല്ലോ. ശരി സാർ, ശരി. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്നെ സമയം തരണം. ഞാൻ എന്താ മന്ത്രവാദിയോ? ഹലോ, എന്താ പ്രശ്നം? ഡെപ്യൂട്ടി തഹസിൽദാരെ വിളിച്ചത് 9:30 കഴിയുമ്പോ താലൂക്ക് ഓഫീസിൽ ചെല്ലണമെന്ന്. അങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? 9:30 ഓഫീസിൽ ചെല്ലണമെങ്കിൽ 8:00 പറയണം. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണല്ലോ വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ ഈ പാവ വക്കീലിനെ കൊണ്ട് പറ്റുമോ? നീ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങോട്ടൊക്കെ എനിക്ക് അത് പുല്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലൊരു ഉണക്ക വക്കീല് പറയുമ്പോ തകർന്നു പോകുന്നതല്ല ഈ മോഹനകൃഷ്ണന്റെ ആത്മവിശ്വാസം. കൂടുതൽ സംസാരിക്കാൻ പോയി ഭക്ഷണം എടുത്തേക്ക്. അതെ, അതെങ്ങനെ ശരിയാകും? എന്നും 9:30 ഭക്ഷണം കഴിക്കുന്നത്. ഇതിപ്പോ 9:00 ആയുള്ളൂ. നീ ക്ലോക്കിൽ നോക്കിയിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഒരു ദിവസം അരമണിക്കൂർ മുമ്പ് ഭക്ഷണം വേണമെങ്കിൽ അത് തന്നാൽ എന്താ? നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ നേരത്തെ പറയണം. ഇപ്പൊ മോഹനേട്ടൻ ഡെപ്യൂട്ടി തഹസിൽദാരെ പറ്റി പറഞ്ഞത് എന്താ? നേരത്തെ താലൂക്ക് ഓഫീസിൽ ചെല്ലണമെങ്കിൽ നേരത്തെ പറയണമെന്ന്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യം. നേരത്തെ വേണമെങ്കിൽ നേരത്തെ പറയണം. നേരത്തെ വേണമെങ്കിൽ നേരത്തെ പറയണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഭാമേ, ഇതൊരു വീടാണ്. ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. അപ്പോ നമ്മൾ തമ്മിലൊരു കാര്യം സംസാരിക്കുമ്പോ സർക്കാർ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മനസ്സിലായില്ല? അതായത് ഭർത്താവായ എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോ കുറച്ച് നേരത്തെ പോകേണ്ടി വരുന്നു. അപ്പോ ഭാര്യയായ നീ എന്ത് ചെയ്യണം? അവസരത്തിന് തീർന്ന് ഓടി അടുക്കളയിലേക്ക് ചെന്ന് പാചകത്തിൽ ഏർപ്പെടണം. ഭർത്താവായ ഞാൻ വേഷം മാറി ഓഫീസിലേക്ക് പോകാനായി വരുമ്പോ ഭക്ഷണം തയ്യാറാക്കി ഇവിടെ വെച്ചിരിക്കണം. ശരി, ഇത് ഒരു വീടാണ്. നമ്മൾ രണ്ടും ഭാര്യ ഭർത്താവുമാണ്. ഭർത്താവിനൊരു ആവശ്യം വരുമ്പോ ഭാര്യ അവസരത്തിനൊത്ത് ഉയരണം. തിരിച്ച് ഭാര്യ എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നിരിക്കട്ടെ, കുറച്ച് നേരത്തെ പോണം. അപ്പോ ഭർത്താവായി മോഹനേട്ടൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊന്നും ചെയ്യണ്ടല്ലോ, ഞാൻ ഭർത്താവല്ലേ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഭർത്താവിന്റെ അത്യാവശ്യങ്ങൾക്കനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി തരിക എന്നുള്ളതല്ല എന്റെ ജോലി. അതിനുവേണ്ടി മാത്രമായിട്ടൊരു കല്യാണം കഴിക്കേണ്ട കാര്യം മോഹനേട്ടൻ ഇല്ലായിരുന്നു. കാരണം ഭക്ഷണം ഉണ്ടാക്കി തരാനാണെങ്കിൽ എന്നെക്കാട്ടിലും നല്ലത് ചായക്കടക്കാരൻ കൃഷ്ണൻകുട്ടിയാണ്. അവിടെയാണെങ്കിൽ 8 മണിക്കായാലും 8:30 9 മണിക്കായാലും ഭക്ഷണം കിട്ടും. ഞാൻ ഈ വക്കീൽ സത്യഭാമ ഇവിടെ ഹോട്ടലല്ല നടത്തുന്നത്. ശരി, നിന്റെ ഭക്ഷണം എനിക്ക് വേണ്ട. നിന്റെ അഹങ്കാരം മുഴുവൻ കേട്ട് നിന്റെ ഈ പറങ്ങാണ്ടി പോലുള്ള മോന്തയെ കണ്ട് നീ ഉണ്ടാക്കുന്ന ഉണക്ക ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് 25 രൂപ മുടക്കി കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ പോയി വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കുന്നത്. അഹങ്കാരി. പാവം വില്ലേജ് ഓഫീസർ. എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോ എന്റെ മെക്കിട്ട് കയറിട്ട് എന്താ കാര്യം? ഞാനുള്ളത് കൊണ്ട് കൊള്ളാം. എന്തായാലും റെഡിയായി വരുന്നതിന് മുന്നേ വില്ലേജ് ഓഫീസർക്ക് നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി കൊടുക്കണം. അപ്പൊ സാറിന്റെ ദേഷ്യമൊക്കെ പോകോളൂ. മോഹനേട്ടാ, കാപ്പി കുടിക്കുന്നില്ലേ? കാപ്പി ഉണ്ടാക്കിയില്ലല്ലോ. കാപ്പി ഉണ്ടാക്കണമെങ്കിൽ നിനക്ക് 1.5 മണിക്കൂർ മുമ്പ് അപേക്ഷ നൽകണ്ടേ? അങ്ങനെ നിനക്ക് അപേക്ഷ നൽകി ഉണ്ടാക്കുന്ന കാപ്പി എനിക്ക് വേണ്ട. ദേഷ്യപ്പെടല്ലേ? നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി നീ ഉണ്ടാക്കിയത്? എന്താ ചിരിക്കേ? ഈ തുമ്പപ്പൂ എന്ന് പറഞ്ഞ സാധനം നീ കണ്ടിട്ടുണ്ടോ? എടി, നീ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഞാൻ തിന്നാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായില്ലേ? സത്യത്തിൽ ആ തുമ്പപ്പൂ പശുവിനോ പട്ടിക്കോ വന്നിട്ട് കൊടുക്കാൻ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്.
മുതൽ കൃഷ്ണൻകുട്ടി ഉണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചോളാം. മോഹനേട്ടാ, 9:30 താലൂക്ക് ഓഫീസിലെത്തണം. അതിനിടയിൽ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ കയറിയാൽ പിന്നെയും വൈകും. ഒരു സ്കൂട്ടർ വാങ്ങാൻ പറഞ്ഞാൽ കേക്കില്ല. ഞാനൊരു സ്കൂട്ടർ വാങ്ങിട്ട് അതിന്റെ പിന്നിൽ കയറാൻ പറഞ്ഞാൽ അതിൽ താല്പര്യമില്ല. വാശി തീർക്കാൻ ഒരു സൈക്കിൾ വാങ്ങിയതിന്റെ കാര്യം അതിൽ കഷ്ടമാണ്. അത് ഓടുന്ന അവസ്ഥയിലാണോ? എന്താണ് എന്റെ സൈക്കിൾ ഒരു കുഴപ്പം? അതിലൊരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ആഫീസിൽ പോകുമ്പോ അതിൽ പോകാതെന്താ? എനിക്ക് നടന്നു പോകുന്നത് ഇഷ്ടം. പിന്നെ എന്തിനാണാവോ സൈക്കിൾ വാങ്ങിയത്? അത് അത്യാവശ്യം ഉപയോഗിക്കാൻ വെച്ചിരിക്കുക. ഇന്ന് അത്യാവശ്യമാണല്ലോ. താലൂക്ക് ഓഫീസിൽ 9:30 എത്തണ്ടേ? അതെന്റെ കാര്യമല്ലേ, നീ ഇതിനറിയണം. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആ സൈക്കിൾ ചവിട്ടാൻ കൊള്ളൂല. 450 രൂപയ്ക്ക് വാങ്ങിച്ച സാധനമല്ലേ. തുരുമ്പെടുത്തൊടിഞ്ഞു വീഴാത്തത് ഭാഗ്യം. വേണ്ട, സൈക്കിളിനെ പറയരുത്. എന്റെ സൈക്കിളിൽ ഒരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ചുണയുണ്ടെങ്കിൽ ഇന്ന് ആ സൈക്കിളിൽ താലൂക്ക് ഓഫീസിൽ പോകും. എനിക്ക് സൗകര്യം സൈക്കിൾ എടുത്തോണ്ട് പോകും. ചിലപ്പോ നടന്നു പോകും. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ആഹാ, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം. ഇതൊന്ന് നന്നാക്കി എടുത്തിട്ട് വേണം അവളുടെ മുമ്പ് കൊടുന്ന് ചവിട്ടിപ്പോവാൻ. പറ്റിയ അറിയാത്ത മട്ടി അവളൊരു ഇടിയിരിക്കണം. എന്താ സാറേ, പുരാവസ്തു പഠനമാണോ? ഈ സൈക്കിൾ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ നല്ല കാശ് കിട്ടും. സാധാരണ ആളുകൾ സൈക്കിൾ വാങ്ങിയാൽ അതിൽ കയറി ആഫീസിൽ പോവുകയാണ് പതിവ്. ഇവിടെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ തൊട്ട് നെറുകുന്നലെ വെച്ച് പ്രാർത്ഥിക്കും. അല്ല, ഈ സൈക്കിൾ അതിനെ കൊള്ളാവൂ? അതെ, ഒരു വണ്ടി വാങ്ങിയാൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ സത്യഭാമ കാണിച്ചു തരാം. നോക്കിക്കോളൂ. നോക്കൂ, ഇങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുക. എന്നിട്ട് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഫെദർ ടച്ചാണ്, തൊട്ടാ മതി. എന്നിട്ട് ഇങ്ങനെ റേസ് ചെയ്തിട്ട് ഓരോറ്റ പോക്ക്. അടയ്ക്കോ? ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. സൈക്കിൾ എങ്ങനെയെങ്കിലും നന്നാക്കിയേ പറ്റൂ. നിൽക്കൂ. ഞാൻ ഉത്തമനെ കാണാനിരിക്കുകയായിരുന്നു. ഒരു അത്യാവശ്യമുണ്ട്. എന്താ സാറേ പ്രശ്നം? എന്റെ സൈക്കിളിൽ ഒരു കുഞ്ഞു പ്രശ്നം. എന്ത് പ്രശ്നം? വലുതായിട്ടൊന്നുമില്ല. അതിന്റെ ഈ പെഡല് കറങ്ങുന്നില്ല, ബ്രേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മുമ്പിലെയും പിറകിലെയും ടയർ രണ്ടും പഞ്ചറാണ്. പിന്നെ ഈ കറങ്ങുന്ന ചെയിനിൽ അത് കുരുങ്ങി കിടക്കുക മൊത്തത്തില്. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ? ഒരു സൈക്കിളിൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാം സാറേ? ഈ സൈക്കിള് ഉടനെ ശരിയാക്കിയില്ലെങ്കിൽ ഭാമ എന്റെ നെഞ്ചിക്കൊരു പൊങ്കാലിടും. സൈക്കിള് വീട്ടിരിപ്പുണ്ട്. ഉത്തമ എടുത്തുകൊണ്ട് പോയി ശരിയായി കൊണ്ടുപോവാ. എന്റെ പൊന്ന് സാറേ, സാറിന് എന്തിന്റെ കേടാണ്? ഈ സൈക്കിൾ നന്നാക്കി വിൽക്കുന്നതിനേക്കാളും നല്ലത് പുതിയ ഒരെണ്ണം വാങ്ങുന്നതല്ലേ? പുതിയത് വാങ്ങാൻ എത്ര രൂപയാകും? ലക്ഷക്കണക്കിന് രൂപയൊന്നും ആവില്ലല്ലോ. ഒരു 10,000-3,000 രൂപ ആവും, അത്രേ ഉള്ളൂ. നടക്കില്ല. ഒരു സൈക്കിളിന് വേണ്ടി 3,000 രൂപ മുടക്കാനോ? 3,000 രൂപ എന്ന് പറഞ്ഞാൽ സാറേ, ഇത് നന്നാക്കണമെങ്കിൽ 500 രൂപ ആവും. 500 രൂപ മുടക്കി പഴയ സൈക്കിൾ കൊണ്ടു നടക്കുന്നതാണ് 3,000 രൂപ മുടക്കി പുതിയ ഒരെണ്ണം വാങ്ങുന്നതാണ് നല്ലത്. സാറേ, സാറിന്റെ പഴയ സൈക്കിൾ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ആ പൈസ സൈക്കിൾ നന്നാക്കാനുള്ള 500 രൂപയും കൂടെ കൂട്ടിയാ
പുതിയത് വാങ്ങുന്നതല്ലേ നല്ലത്. ഈ പഴയ സൈക്കിൾ വിറ്റാൽ എത്ര രൂപ കിട്ടും? എത്ര വേണം? ഞാനൊരു 450 രൂപയ്ക്കാണ് വാങ്ങിയത്. വിറ്റാലൊരു 500-550 രൂപ കിട്ടില്ലേ? ഇതെന്തോന്ന് സാറേ, വാങ്ങിയ സാധനം ഉപയോഗിച്ചിട്ട് മറിച്ച് വിൽക്കുമ്പോ വില കൂടുതൽ കിട്ടാൻ ഇത് ഭൂമിയല്ല, ഉണക്ക സൈക്കിളാ. പക്ഷേ കുറഞ്ഞതൊരു 500 രൂപയ്ക്ക് കിട്ടാതെ ഞാനത് വിൽക്കില്ല. എന്റെ സാറേ, ഇതൊരു 300-350 രൂപ കിട്ടും. അതേ നടക്കൂ. ഉത്തമം പറഞ്ഞ ഈ പൈസക്ക് വിൽക്കാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ല. ഒന്നുമില്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ഉപയോഗിച്ച സൈക്കിളല്ലേ, അതിന്റേതായ ഒരു വിലയില്ലേ? സാറേ, വില്ലേജ് ഓഫീസറല്ല, പ്രധാനമന്ത്രി ഉപയോഗിച്ചാലും സൈക്കിൾ വാങ്ങിച്ച വില വിൽക്കുമ്പോ കിട്ടൂല സാറേ. എങ്കിൽ ഞാനത് വിൽക്കുന്നില്ല. തീർന്നല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ പോകും? ഞാനത് 500 കൊടുത്ത് നന്നാക്കാൻ പോകുന്നു. നന്നാക്കുന്നുമില്ല. ആ സൈക്കിൾ അവിടെ ഇരുന്നോട്ടെ, അതവിടെ വെറുതെ ഇരിക്കല്ലേ. അതിന് വേറെ ചോറും കറി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പറ്റിക്കാൻ നടക്കുന്നു. വെല്ലം കള്ളവന, ഉത്തമന് കള്ളന, അഹങ്കാരി. കഷ്ടം. 16-ാം നൂറ്റാണ്ടിൽ ജനിക്കേണ്ടവനെ ഈ നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന് ജനിപ്പിച്ച ദൈവത്തിനെ പറഞ്ഞാ മതിയല്ലോ. ഐഡിയ. ഭാസ്കർ ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞല്ലോ, അവനെ പൊക്കിയ കാര്യം നടക്കും. ഒരു 200 രൂപ തടഞ്ഞു. നോക്കൂ, സൈക്കിൾ വാങ്ങുന്നത് ചവിട്ടിപ്പോകാനല്ലേ, വേറെ എന്തൊരു കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈക്കിൾ ശരിയാക്കാൻ വന്നതാ? അല്ല, സിനിമ കാണാൻ വന്നതാ. നോക്കൂ, പുതിയ സൈക്കിൾ ഉണ്ടോ? പിന്നെ പഴയ സൈക്കിളാണ് വിൽക്കാൻ പറ്റിയിരിക്കുന്നത്. ഈ പുതിയ സൈക്കിളിന് എന്ത് വില വരും? 3000-ന് മുകളിലോട്ട് വരും. 3000 രൂപയ്ക്ക് മുകളിലോ? അപ്പൊ ഈ സൈക്കിള് ശരിയാക്കാൻ പറ്റില്ലേ ഇവിടെ? പറ്റുമല്ലോ. പിന്നെ എന്തിനാ ഞാനിവിടെ കറവർന്ന് വെച്ചേക്കുന്നത്? എന്റെ ഈ ചെയിൻ കറങ്ങൂല. ഓ, ബ്രേക്ക് ഇല്ല. ടയറ് പഞ്ചറായി പോയി രണ്ടും. ഓ, അത് ഒട്ടിച്ചെടുക്കാം. ഓ, ഇതെല്ലാം കൂടെ എത്ര രൂപയാവും? എല്ലാം കൂടി ഒരു 1000 രൂപയാവും. 1000 രൂപയോ? സൈക്കിൾ ഓടിച്ച് 450 രൂപയ്ക്കല്ലേ? ഓ, സൈക്കിൾ വാങ്ങിച്ച 450 രൂപയ്ക്കായിരിക്കും. നന്നാക്കണ എത്രയും കാശ് വേണം, അല്ലെ വീട്ടിൽ വെച്ചിരുന്നാൽ മതി. ഈ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? കാര്യം നിസ്സാരം